കുരുമുളകായതുകൊണ്ട് നമ്മൾ അടുപ്പിച്ച് നനക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ശരിക്കും വേനലിൽ കഴിഞ്ഞിട്ട് പുതുമഴ കിട്ടുന്നില്ല. അപ്പം ഈ മഴ കിട്ടുമ്പോൾ ഇത് നല്ല ബുഷ് ചെയ്ത് വളരും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ജലസേചനം കൊടുക്കാൻ പാടില്ല. അവർ സിമെന്റ് കാല് വാർത്തിട്ട് അതും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വേറിട്ടൊരു വഴിയിലൂടെ പ്രവാഹം പ്രവേശിക്കുക. കാരണം നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കുഴി എത്ര കുഴി ഒരു ഒന്നര അടി കുഴി എടുത്ത് അപ്പം അതിൽ ജൈവവളവും കുമ്മായിട്ട് ഞാനൊരു ആകാശവാണി ശ്രോതാവാണ്. അപ്പം കൃഷി മാക്സിമം കിസാൻ അതിനെ ഫോളോ ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പം മാക്സിമം അതിന്റെ റിസൾട്ടെല്ലാം ഞാൻ ഗ്രഹിച്ചെടുക്കാറുണ്ട്. ഇതിന്റെ ബാക്കി പരിചരണം ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മളിപ്പോ ഇനിയിപ്പം നമ്മൾ ഇപ്പം തൽക്കാലം പരിചരണം ഇല്ല. എന്ന് വെച്ചാൽ വേനൽക്കാലല്ലേ, ഏത് മരത്തിന്റെ അതിന്റെ ശിഖരങ്ങൾ എത്ര പോകുന്നത് അത്രയും റൂട്ട് പോകും, അതിന്റെ വേരുകൾ കടന്നു പോകുന്നതാണ് ഞാൻ പഠിച്ചത്. കൃഷി അനുഭവത്തിൽ പഠിച്ചതാണ്. ഞാൻ ഒരു പ്രവാസിയായിരുന്നു ശരിക്കും. 10-27 കൊല്ലം നാട്ടിൽ വന്നിട്ട് 2009 വന്നാണ് പിന്നെ ഈ കൃഷിയിലേക്ക് ഇറങ്ങി. ശരിക്കും പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കാങ്കോലിനടുത്ത് പുത്തൂർ വയലിന് അടുത്തുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഒരു കൃഷിക്കാരനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം കൃഷിയിടത്തിൽ എൻ്റെ പറമ്പിലെയൊക്കെ കൃഷി രീതികളെ പറ്റിയാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു ഇതിലേക്ക് കടക്കുകയാണ്. അപ്പം കൃഷി ചെയ്ത് വിജയിച്ച ആൾക്കാരുടെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് നമ്മുടെ പ്രഭാകരനാണ്, പുത്തൂരുള്ള. പുള്ളി നല്ല കൃഷിക്കാരനാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രഭാകരൻ, നമസ്കാരം. പ്രഭാകരൻ കുറേ വർഷമായിട്ട് ഈ കൃഷി എന്ന് പറഞ്ഞാൽ കൃഷി മാത്രം കൊണ്ട് ഉപജീവനം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. കൃഷിയെപ്പറ്റി അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രഭാകരന് ശരിക്കും അറിയാം. ഇപ്പം നമ്മൾ പ്രഭാകരൻ്റെ ഒരു കുരുമുളക് കൃഷി ചെയ്ത ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പം അറിയാം, നമ്മളിപ്പം സാധാരണ ഇപ്പം നമ്മൾ എല്ലാവരും പി വി സി കാലിൻ്റെ കുരുമുളക് ചെയ്ത കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ സിമെന്റ് കാല് വാർത്തിട്ട് അതും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വേറിട്ടൊരു വഴിയിലൂടെ പ്രവാഹം പ്രവേശിക്കുക. കാരണം നമുക്കറിയാവുന്ന പ്ലാവ്, ചക്കക്കുരു മുളപ്പിച്ച് പ്ലാവിട്ട് അത്തേലേക്കാണ് കുരുമുളക് വളർത്താൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കണ്ടോ, ഇതെല്ലാം പന്നിയൂര് മണ്ണിൻ്റെ തലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ വർഷം ഇട്ടതാണ്. ഒരു വർഷം കൊണ്ട് തന്നെ ഇത്രയും ആയി. ഒരു വർഷം ആയില്ല. അതിനപ്പുറം അത് അദ്ദേഹത്തിൻ്റെ ആ പരിചരണത്തിൻ്റെ കൊണ്ടാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രഭാകരനോട് ചോദിച്ചറിയാം. പക്ഷേ ഇത് ഏത് മാസം നമ്മൾ ഇത് കുരുമുളക് ചെയ്ത്? കഴിഞ്ഞ ജൂൺ ജൂലൈ മാസം അല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കുഴി എത്ര? ഒരു ഒന്നര അടി കുഴി എടുത്ത് അപ്പം അതിൽ ജൈവവളവും കുമ്മായിട്ട് പിന്നെ ജൈവവളം ഇട്ട്. ഈ കുമ്മായി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 ദിവസം ഞാൻ ഡോളോമൈറ്റ് ഇടല്. 10 ദിവസം കാത്തില്ല ശരിക്കും ഡോളോമൈറ്റ്. എന്നാലും ഞാൻ ഒരു 10 ദിവസം കാത്തു വെക്കും. 10 ദിവസം കാത്തു നിന്നിട്ട് പിന്നെ ജൈവവളം ഇട്ട് മേൽമണ്ണിട്ട് മൂടി. ഈ ജൈവവളം എന്ന് പറഞ്ഞാലേ, ജൈവവളം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നതാണോ നമ്മൾ കടയിൽ നിന്ന്? ഞാൻ സ്വന്തം ഉണ്ടാക്കുന്നതാണ്. എന്ത് വളവ്? ഞാൻ തോലെന്ന് പറഞ്ഞാൽ പച്ചില, പിന്നെ കോഴിവളം, പിന്നെ ചാണകം. ഈ കോഴിവളം നമുക്ക് ചൂടല്ലേ? അന്നേരം നമുക്ക് കോഴിവളം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ചെടിക്ക് ഉപയോഗിച്ചുകൂടാ. ഒരു 6 മാസം പഴകിയിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് തെറ്റില്ല. ഞാൻ ഇപ്പൊ വർഷങ്ങളോളം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ കോഴിവളെ ചില ആൾക്കാർ പറയുന്നില്ല, കോഴിവളം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞപ്പ് വരും എന്നൊക്കെ പറഞ്ഞു. അതിന്റെ അനുഭവത്തിൽ വല്ലതും ഉണ്ടോ? എനിക്ക് അങ്ങനത്തെ അങ്ങനത്തെ ഒന്നുമില്ല. അത് ഡയറക്റ്റ് ഉപയോഗിക്കുമ്പോൾ നൈട്രജൻ കൂടുതൽ കിട്ടും. അങ്ങനെയുള്ള ഒരു ചൂടിന്റെ ഒരു പ്രശ്നമാണ് അത് പറയുന്നത്. അത് ആൾക്കാർ ഒരു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒരു 6 മാസങ്ങൾ പഴകിയാൽ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ഘടകങ്ങളിലും പോയിട്ട് നനച്ചു കൊടുക്കണം ഇടക്കിടക്ക്. അപ്പൊ നമ്മള് 1.5 അടി കുഴി എടുത്തു. അതിനകത്ത് ആദ്യം കുമ്മായം ഇട്ടു. ഒരു 10 ദിവസത്തിന് ശേഷം നമ്മൾ ജൈവവളം ഇട്ട് കുഴി മൂടി. അതിനുശേഷം ഈ കുഴി മൂടിയ ശേഷം നമ്മൾ കുറച്ച് ദിവസം കാത്തിരിക്കുന്നുണ്ടോ? കുറച്ച് ദിവസം കാത്തിരിക്കും. അതെന്തിനായി കാത്തിരിക്കുന്നത്? അതൊരു മണ്ണുമായിട്ട് അതിനൊരു ഒരു ഇത് കിട്ടാൻ വേണ്ടി. മണ്ണും നമ്മളെ വളവും എല്ലാം കൂടി ഇട്ടിട്ടുമ്പോൾ ഒരു മണ്ണൊരുക്കുന്ന പറയാം. ചിലർ പറയാറുണ്ട്, നമ്മൾ കുഴി കുത്തി, നമ്മുടെ വീഡിയോ പറയാറുണ്ട്, ഈ കുഴി കുത്തി മൂടി മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ കുറച്ച് മണ്ണ് അമർന്ന് കിട്ടുമ്പോൾ നമ്മളിപ്പം ഈ കുഴി മൂടിയ പാടെ നമ്മൾ അതിനെ തൈ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അത് ഇരുന്നു അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. കുറച്ചൊരു ഉദ്ദേശം കൂട്ടി കൊടുക്കുകയും ചെയ്യും നമ്മൾ. അപ്പം മണ്ണ് അമർന്നു പോയി.
ആ രീതിയിൽ നമ്മൾ പിന്നെ ഞാൻ ഈ ചെയ്ത മെത്തേഡ് വെച്ചാൽ PVC കോൺക്രീറ്റ് ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രകൃതി സംയോജിതമായ ഒരു കൃഷി രീതിയിലാണ് ഞാൻ ഈ പ്ലാവും തൈ വെക്കുന്നത്. എനിക്ക് മുന്നേ എനിക്ക് വേറെ തോട്ടമുണ്ട്, അവിടെ ഒരു 300 മരം ഇതേ മാതിരിയുണ്ട്. എല്ലാവരും എന്നോട് ഈ പ്ലാവിൽ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യുന്ന അയർ കൂടുതൽ എടുക്കൂലെന്ന്. പക്ഷെ അത് തെറ്റാണ്. പക്ഷെ നമ്മൾ ഈ ഏത് മരത്തിന് അതിൻ്റെ ശിഖരങ്ങൾ എത്ര പോകുന്നത് അത്രയും റൂട്ട് അതിൻ്റെ വേരുകൾ കടന്നു പോകുന്നതാണ് ഞാൻ പഠിച്ചത്. കൃഷി അനുഭവത്തിൽ പഠിച്ചതാണ്. ഞാൻ ഒരു പ്രവാസിയായിരുന്നു ശരിക്കും. 10-27 കൊല്ലം നാട്ടിൽ വന്നിട്ട് 2009 വന്നതാണ്. പിന്നെ ഈ കൃഷിയിലേക്ക് ഇറങ്ങി. ശരിക്കും കൃഷിയിലേക്ക് ആദ്യം ഇറങ്ങിയിട്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കൃഷി ഓഫീസിൽ നിന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഒരു 2009 മുതൽ ഇപ്പോൾ 2025 ഇതുവരെ ഫുൾ കൃഷിയിൽ തന്നെ ജീവിച്ച ഒരാളാണ്. എൻ്റെ ഉപജീവന മാർഗം ഇപ്പം കൃഷിയാണ്. മെയിനായിട്ട് നമുക്ക് സപ്പോർട്ടാണ്. ഒന്നാമത് ആദ്യം നമുക്ക് വേണ്ട ഫാമിലിയിൽ നിന്നാണ്. വീട്ടിൽ എങ്ങനെയുണ്ട്? വൈഫും മക്കളൊക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? വൈഫും മക്കളും നല്ല സപ്പോർട്ടാണ്. അവർക്ക് ഇപ്പോൾ മകൻ ഇപ്പം ഒരു പ്രൊഫഷണൽ ഡെന്റിസ്റ്റാണ്. ഇപ്പം മകളിപ്പോൾ ടീച്ചറാണ്. അതുവരെ ഇല്ല ആ സമയം ഇന്നാലുള്ള സമയം അവൻ വെള്ളമടിക്കാനോ ഇങ്ങനത്തെ എല്ലാം എൻ്റെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഭാര്യയും വരും. ഭാര്യ ഫുൾ ഹെൽപ്പാണ്. റബ്ബർ ടാപ്പ് ചെയ്താൽ പാലെടുക്കാൻ വരും. ടാപ്പിംഗ് ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്നത്. ആൾക്കാരുടെ ക്ഷാമം കൊണ്ട് എല്ലാം പാട്ടായതുകൊണ്ട്. പിന്നെ വെച്ചാൽ നമ്മളിപ്പം സപ്പോർട്ട് ഇപ്പം ഫാമിലിയിൽ നിന്ന് കിട്ടി. അതിന് ശേഷം നമുക്ക് ലഭിക്കേണ്ട സപ്പോർട്ടാണ് ഗവൺമെൻറ് തലത്തിലുള്ള സപ്പോർട്ടുകൾ. കൃഷിഭവൻ മാത്രമായിട്ട് ആ രീതിയിലുള്ള സപ്പോർട്ടുകൾ അത് നമുക്ക് കിട്ടുന്നുണ്ട്. കൃഷി മുഖാന്തരം ഞാൻ വെറും സബ്സിഡിക്ക് വേണ്ടി കൃഷിഭവനിൽ ബന്ധപ്പെടുന്നില്ല. പിന്നെ മെത്തേഡ് കൃഷി ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിൽ കൃഷി വാട്സപ്പ് അയച്ചിട്ടും അവരെ എല്ലാ ആനുകൂല്യവും ഞാൻ അവർ തരികയും ചെയ്യും എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് അവർക്കറിയാം ഞാൻ ഏത് പൂക്കൃഷി ആയാലും പിന്നെ ഈ മുത്താരി കൃഷി അങ്ങനെ എന്ത് ചെയ്യണം എന്നോട് പറയും അവർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ചെയ്തിട്ട് അവർക്ക് അതിൻ്റെ ഈൽഡ് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് അവർക്ക് എന്നോട് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ പലരും ചെയ്യുന്നത് വെച്ചാൽ കൃഷിഭവനിൽ ഏതാണ് സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ വേഗം ചാടി വീഴും. ആ സബ്സിഡി വാങ്ങിക്കഴിഞ്ഞിട്ട് അത് പിന്നിലേക്ക് അവർ വലിയും. ആ രീതി സാധാരണ വെച്ചാൽ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്ത് വിജയിച്ച ആൾക്കാർക്ക് വേണം സബ്സിഡി കൊടുക്കാൻ വേണ്ടി. ശരിയാണ്. അങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ സബ്സിഡി മാത്രം വാങ്ങിച്ചിട്ട് അത് കഴിയുമ്പോൾ പല പോളിയോസ് ഈ മഴമറക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പല ദിക്കിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും വെറുതെ കിടക്കുക. അവിടെ തുണി അറിയിട്ടിട്ട് അത് അവർ സബ്സിഡി വാങ്ങി അത് അന്നേരം അവർ പിന്നെ അത് ഉപേക്ഷിച്ചു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഗവൺമെന്റ് കൊടുക്കാതിരിക്കാൻ കൃഷി ചെയ്ത് മോണിറ്റർ ചെയ്യണം. കൃഷി ഓഫീസറെ മോണിറ്റർ നമ്മളെ ശരിക്കും മോണിറ്റർ എല്ലാം ചെയ്യേണ്ട. എന്നാലും നമ്മെ അത്ര പോലെ അവർ ഉത്തരവാദിത്വം 100% ഉത്തരവാദിത്വം കാണിക്കുന്നതാണ് നമ്മെല്ലാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഇതിപ്പോ നട്ട ജൂൺ മാസം നട്ടത് അല്ല ജൂലൈ വെച്ചാൽ നമ്മളെ ഇതില്ല മഴ അതിനൊരു ഇത് പ്രത്യേകത പറയണ്ടല്ലോ. ഞാറ്റുവേല ആ സമയത്താണ് ജൂലൈ ആ സമയത്ത് ജൂൺ ലാസ്റ്റ് ജൂലൈ ഫസ്റ്റ് ആ രീതി തന്നെ. ഞാനൊരു ആകാശവാണി ശ്രോതാവാണ്. അപ്പം കൃഷി മാക്സിമം കിസാൻ അതിനെ ഫോളോ ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പം മാക്സിമം അതിന്റെ റിസൾട്ടെല്ലാം ഞാൻ ഗ്രഹിച്ചെടുക്കാറുണ്ട്. കൃഷി പഠിക്കുന്ന കുറെ കാര്യത്തിൽ നിന്ന് തന്നെ ആകാശവാണി. അപ്പൊ ഇതിന്റെ അകലം എത്ര? 2.80 ഒരു 2 മീറ്റർ 80 സെന്റി. അപ്പം 2 മീറ്റർ 80 സെന്റ് 9 അടിയിൽ അടുത്ത് വരും. ചെരിവായതുകൊണ്ട് അല്ലെങ്കിൽ 3 മീറ്ററാണ് കൃഷി ഓഫീസർ പറയുന്നത്. ഈ ചെരിഞ്ഞ സ്ഥലമായതുകൊണ്ട് 2.80 അങ്ങനെ മതി. ഇതിപ്പോ എങ്ങോട്ട് ചെരിഞ്ഞ ഭൂമിയാ? ഇതിപ്പോ കിഴക്ക് തെക്കായിട്ട് അല്ലേ? പ്രഭാട്ട് നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അവിടെ ഒരു കുപ്പിയിൽ എന്താ തൂക്കിയിട്ടുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. അത് പണിക്കാര് ഇങ്ങനെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ. ഞാനതുപോലെ ഫിറമോൺ കണി പോലെ നമുക്ക് ഞാൻ പച്ചക്കറിയിലൊക്കെ ഫിറമോൺ കണി ഞാൻ ഉപയോഗിക്കലുണ്ട്. യാതൊരുവിധ കീടനാശിനിയും രാസ കീടനാശിനി ഉപയോഗിക്കാതെ പച്ചക്കറിക്ക് ചെയ്യുന്ന ആളാണ്. പച്ചക്കറി 2013 മുതൽ പച്ചക്കറി ചെയ്യുന്ന ആളാണ്. ഇതുവരെ എന്തെങ്കിലും അവാർഡുകളോ എല്ലാം കിട്ടിയുണ്ട്? കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് 2017-18 കാസർഗോഡ് ജില്ലയിലെ മികച്ച സമ്മിശ്ര കർഷകനായിരുന്നു. പിന്നെ അനുമോദനങ്ങൾ കൃഷി ഓഫീസിൽ നിന്ന് ചിങ്ങൊന്നിന് ചെയ്യുന്നില്ല കർഷക അവാർഡ്, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാട്ടിലെ ക്ലബ്ബ് സംഘടനകളിൽ നിന്നെല്ലാം അനുമോദനങ്ങൾ ഒരുപാട്. നമ്മളിപ്പം പരിപാടിയിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ടോ? ക്ലാസ് എടുക്കാൻ എനിക്ക് അങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അതിനറിയോ, ഇപ്പൊ പ്രഭാകരനെ പോലെ ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ ശ്രോതാവ് കേൾക്കുമ്പോഴേ അത് ചില നാച്ചുറൽ ആയിരിക്കും. ഈ പഠിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അനുഭവത്തുകൂടെ വരുമ്പോഴായിട്ട് കുറേ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇത് ഇപ്പോൾ ചാനൽ തുടങ്ങുന്നുണ്ട്, നമുക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ വരുള്ളൂ. കാരണം നമ്മൾ പഠിച്ച് പുസ്തകം പഠിച്ച് ചെയ്യുന്നേക്കാളും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വരുന്ന അത് കറക്റ്റ് കാര്യങ്ങളായിരിക്കും, അനുഭവങ്ങളായിരുന്നു. അതാ ചോദിക്കാൻ കാരണം. കൃഷി ഓഫീസിനെല്ലാം നീ ഇടയ്ക്കിടയ്ക്ക് പ്രഭാകരൻ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നില്ലേ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വാക്ക് ഒരു ഇത് അതൊക്കെ ആവും. നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ പോയി ക്ലാസ് എടുത്തേ ആയി കഴിയുമ്പോൾ നമുക്കത് തന്നെയാവും.
അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ നെറ്റ് കൊടുത്തിരിക്കുന്ന എന്തിനാ? ഷെയ്ഡ് തെക്കൻ വെയിലിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി. തെക്കൻ വെയിൽ അല്ലേ? ഇതിപ്പോൾ നവംബറിലേ കൊടുത്തു ഞാനിത്. നവംബറിൽ ഇത് കൊടുത്തു. ശരിക്കും മാച്ചിപ്പട്ടൊക്കെ കിട്ടാൻ വേണ്ടത്, പക്ഷെ ഇപ്പം ലഭ്യത കുറവല്ലായതുകൊണ്ട് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നു. നല്ലതായി. ഇനിയിപ്പോ ഈ പ്ലാവ് നിങ്ങൾ നട്ടത് കൊണ്ട് വേറൊരു ഗുണമുണ്ട്. കാരണം ഒരു 10 ആടിനെ വളർത്തിയാൽ കഴിഞ്ഞാൽ അതിന് എപ്പോഴും പ്ലാവ് ശരിക്കും ഞാൻ എൻ്റെ അപ്പുറത്തോടെ ചെയ്യാൻ തന്നെ എനിക്ക് ആട് കൃഷി ഉണ്ടായി. ആട് ഏറ്റവും ഞാൻ കുറേ ഉണ്ട് പ്ലാവ്. ഇപ്പം ഇങ്ങനെ ഇത് കുരുമുളകിനല്ലാണ്ട് തനിയെ പ്ലാവ് വെച്ചിട്ടുണ്ട് കുറെ. ഒരു 10-200 പ്ലാവ് എനിക്ക് ഓപ്പണായ ഏരിയ ഞാൻ കാണിച്ചു തരാം അവിടെ. അപ്പൊ അത് പ്ലാവ് ആട്ടിനെ വളർത്തുന്നതിന്റെ ഉദ്ദേശത്തോടെ ഞാൻ പ്ലാവ് നട്ടത്. ഇതിനകത്ത് മതി, ഇനി വേറെ ചെയ്യണ്ടല്ലോ. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിത് അതിനായിട്ട് വെച്ചു, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കി പരിചരണം ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മളിപ്പോ ഇപ്പം തൽക്കാലം പരിചരണം ഇല്ല, എന്ന് വെച്ചാൽ വേനൽക്കാലല്ലേ. ഇപ്പൊ നമ്മൾ നട്ടതിന് ശേഷം വളം ചെയ്തിട്ടുണ്ടോ? നട്ടതിന് ശേഷം വളം ചെയ്തിട്ടില്ല. നമ്മളെ മഴയാകുമ്പോൾ കള അതവര് ചെയ്തത്, കള കളഞ്ഞിട്ട് അതിന്റെ പൊതയിടും. പൊതയിട്ടിട്ട് അത് വേറെ ചെയ്തിട്ടുണ്ട്. ഇത് തല മുറിച്ച് വെച്ചിട്ട് അതെന്നതാ എന്തിനായി? ഇപ്പൊ നമുക്ക് താങ്ങാൻ അത്രയും സപ്പോർട്ട് ഇല്ലല്ലോ ഏട്ടാ. അപ്പൊ അതുകൊണ്ട് തല മുറിച്ചിട്ട്. അപ്പൊ തലമുറിച്ചോണ്ട് വേറെ കാര്യം ഞാൻ ഇപ്പൊ മനസ്സിലാക്കി കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന കാര്യം, കൂടുതൽ ശാഖകൾ വന്ന് ഇത് വരുന്ന തടുപ്പ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കുറച്ചും കൂടെ അത് ഗ്രോത്തിൽ കയറി വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇതിപ്പോ ഒരു നല്ല വളർച്ചയുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പം ഇതൊക്കെയാണ്. ഇപ്പൊ 2ാം വർഷം നമുക്ക് ഈ പ്ലാവില് താങ്ങുകാലിൽ കയറ്റാൻ പറ്റും. അപ്പൊ ഈ നിങ്ങൾ ഈ താങ്ങുകാല് പ്ലാവ് ഉപയോഗിക്കാനുള്ള മെയിൻ പ്രചോദനം കുരുമുളക് കൃഷിയിൽ ഏറ്റവും പരാജയപ്പെടുന്ന താങ്ങുകാലില്ലാന്ന് വെച്ചാൽ നമ്മൾ സീമക്കൊന്ന കേട്ടാലും അതിന് പുഴു ശല്യം പോകും. മുരിക്ക് കഴിച്ചാൽ മുരിക്കിന് മാക്സിമം ഒരു 5 വർഷ കാലാവധി. പ്ലാവില് നമുക്ക് നല്ല ഒരു പെട്ടെന്ന് ഉണങ്ങി പോകാത്ത ഒരു മരമാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ മാക്സിമം ഒരു 8 മീറ്റർ വരെ നമുക്ക് കയറ്റാം. ഒരു വലിയ ഏണിയില്ലേ, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഏണിയിൽ മുകളിൽ കയറിയിട്ട് എത്ര 8 മീറ്റർ ആണ്. 8 മീറ്റർ ഞാൻ അതിന്റെ തല കെട്ടി. പിന്നെ ശാഖ 3 പ്രാവശ്യം, ഒരു വർഷത്തിൽ 3 വർഷം കട്ട് ചെയ്തു ശാഖ ഓതിക്കൊണ്ട്. പിന്നെ ഈ PVC ചെയ്യുമ്പോൾ ഈ കുരുമുളകിന്റെ മേലെ ഒരു 5 മീറ്റർ മേലെ എത്തിയാൽ ഇനി ഈ നാച്ചുറലായിട്ട് കുരുമുളകിന് ഇതിന്റെ കണ്ണി തഴുത്തിട്ട് ഇതിനൊരു ഈർപ്പം വലിച്ചെടുക്കാനുണ്ട്, കറയെടുക്കാനുണ്ട്. അത് ഈ പ്ലാവിൽ നല്ല ഒരു ഗുണം ചെയ്യുന്ന ഒരറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ഒന്നാമത് പ്ലാവ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഞാൻ ഇപ്പം പലരും ചെയ്യുന്നുണ്ട്. പയ്യാനി ഇപ്പം പുതിയ ട്രെൻഡാണ്. പയ്യാനി ചെയ്യുന്നുണ്ട്. പിന്നെ കാട്ടുകിടക്ക എന്ന് വെച്ചാൽ കാട്ടുകിടക്ക ഒരു 10 അടി 15 അടി ഹൈറ്റ് വരുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ നടത്തുന്നുണ്ട്. അത് പരീക്ഷിച്ച് നോക്കിയില്ല? ഇല്ല ഞാനത് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ പയ്യാനിന്റെ ഒക്കെ മേൽവേര കൂടുതൽ ഓടുന്നത്. അപ്പൊ അത് കുരുമുളക് ബാധിക്കുന്നു, അതൊന്ന് പറഞ്ഞു. പിന്നെ ചെലവ്, നമുക്ക് ഈ ചക്കക്കുരു ഒരു ചെലവില്ല. ഒരു 2-3 ഇട്ടാൽ ചിലപ്പോൾ 2 കിളർക്കും, എന്തായാലും 1 കൊടുത്തേക്കും. അപ്പൊ ചെലവ് കുറവ്. ഈ നമ്മള് മനസ്സിലാക്കിയ പല ഞാനിപ്പം ഈ PVC പൈപ്പ് ചെയ്ത തോട്ടം കണ്ടിട്ടുണ്ട്, മറ്റേ കോൺക്രീറ്റ് കാല ചെയ്തിട്ടുണ്ട്. അതിലൊരു ഞാൻ കണ്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ PVC എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റും. കാരണം അത് കുറച്ച് കഴിയുമ്പോൾ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് ചിലപ്പം ഈ പൊടിയാനൊക്കെ സാധ്യത അത് പറയാൻ പറ്റും. കാരണം നമുക്ക് അനുഭവം എന്തൊരു നമ്മുടെ സാധാരണ കണ്ടുവരുന്നത് എങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നമാണല്ലോ. അപ്പൊ അതിനകത്തൊക്കെ വരാൻ സാധ്യത. പക്ഷെ കോൺക്രീറ്റ് അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ കംപ്ലീറ്റ് അവിടെ കിടക്കും, പുറത്തു പോകത്തില്ല. പിന്നെ വെച്ചാല് നമ്മളിപ്പോ ഇതിപ്പോ ഒരു ഏക്കറിൽ 400 നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ പ്രവാടം വെക്കുന്നുണ്ടെങ്കിൽ അത് 600 ചെടി നമുക്ക് വെക്കാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മള് ഇപ്പോൾ ജീവനുള്ള അല്ല വൃക്ഷങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത്തയിൽ എപ്പോഴും ചവറുകളുണ്ടാവും, അല്ലെങ്കിൽ മേലെ ഷെയ്ഡുണ്ടാവും. അപ്പം പ്രാണികളുടെ ഉപദ്രവങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണെന്ന് പറയപ്പെടുന്നത്. ഇപ്പം ഈ PVCയിലോ മറ്റേ ഈ കോൺക്രീറ്റ് കാലിലോ അത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ഒരിക്കലും അതിനകത്ത് ഷെയ്ഡ് വരുന്നില്ല. അതൊരു പ്ലസ് പോയിന്റ് ഞാൻ കാണുന്നത്, മനസ്സിലാക്കിയത് അത് അങ്ങനത്തെ ഒരു പ്ലസ് പോയിന്റ് കാണുന്നുണ്ട്. ഏക്കർ പ്രതി വരുമാനം കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഈ കിഴക്കമ്പലത്ത് ഒരാള് 1 ഏക്കർ ചെയ്തിരിക്കുന്നത്. അവർ ചെയ്തപ്പം ആദ്യം 30 ലക്ഷം രൂപ ചിലവ് വന്നു. 3ാമത്തെ വർഷം മറ്റേ അങ്ങേർക്ക് 10-20 ലക്ഷം രൂപയുടെ കുരുമുളക് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിലേക്ക് മൈനസ് പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഈ പ്ലാവ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഹൈറ്റിലെ PVC നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മേലെ പോയാൽ ചില യൂട്യൂബിൽ നമ്മൾ കാണുന്നുണ്ട്, അതിന് ഫോഗർ ഇത് വെച്ചിട്ട് ഫോഗർ വെച്ച് ചെയ്ത് കൊടുക്കണമെന്ന്. അതാണ് ഒരു എക്സ്പെൻസീവ്, അതൊന്നും നമുക്ക് നടക്കാത്ത കാര്യമാണ്. ഇത് മെയിൻ കാരണം വെച്ചാൽ നമ്മുടെ അനുഭവമാണ്. ഇപ്പൊ കൃഷിക്കാരൻ ചെയ്യുന്ന നമ്മൾ പരീക്ഷിക്കുന്ന അനുഭവങ്ങളും ശാസ്ത്രീയമായി ചെയ്യുന്ന അനുഭവങ്ങളും വളരെ വ്യത്യാസമാണ്. കൃഷിക്കാരൻ പല അനുഭവങ്ങളും പല കൃഷി അറിവുകളും തരുന്നുണ്ട്. ആ അറിവുകളെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നേക്കാളും
വളരെ സക്സസ് ആയിരിക്കും. കാരണം അവർ പരീക്ഷ വിജയിച്ച് അവരുടെ സ്വന്തം പരീക്ഷണത്തിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെ അതെ അത് വളരെ കൃഷിക്കാർക്ക് ഗുണപ്രദമായ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളിപ്പം ജലസേചനം ചെയ്യുന്നുണ്ടല്ലേ? ജലസേചനം ചെയ്യുന്നുണ്ട്. തുള്ളിനന മൈക്രോ ഇറിഗേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇത് എത്ര ദിവസം കൂടുമ്പോൾ നിങ്ങൾ നനയ്ക്കും അത്? ഇതിപ്പോ ശരിക്കും പറയുന്ന ഈ കുരുമുളക് ആയതുകൊണ്ട് നമ്മൾ അടുപ്പിച്ച് നനക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ശരിക്കും വേനലിൽ കഴിഞ്ഞിട്ട് പുതുമഴ കിട്ടുന്നില്ല. അപ്പൊ ഈ മഴ കിട്ടുമ്പോൾ ഇത് നല്ല ബുഷ് ചെയ്ത് വളരും. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ജലസേചനം കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞാനൊരു 2 ദിവസം കൂടുമ്പോൾ ഒരു 3 ലിറ്റർ വെള്ളം ഇതിന്റെ രീതിയിലാണ് ഞാൻ ഇതിപ്പോ പ്ലാന്റ്. ഈ പ്രവാഹം പറഞ്ഞ ഇപ്പൊ ഈ ജലസേചന കാര്യം, നമ്മൾ മഴ പെയ്ത് കിട്ടുന്ന ആ വെള്ളത്തിന് അതിന് ലവണങ്ങൾ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ നോക്കിയോ, നമ്മളിപ്പോ എന്തേലും സ്പ്രിംഗ്ലർ നനച്ചു കൊടുത്താലും ഒരു പുതുമഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാട് കയറും. അപ്പം ഈ ചെടിക്ക് ആവശ്യമായ പല ലവണങ്ങളും മഴയിൽ നിന്ന് കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അല്ലേ? അത് നമ്മൾ പുതുമഴ വരുമ്പോൾ നമ്മൾ വെറുതെ നമ്മളെ ഫ്ലോട്ടിലേക്ക് നോക്കിയാൽ പെട്ടെന്ന് അതുവരെ ഇതാണ് കയറി വരില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എങ്ങനെ ഇപ്പൊ 2 ദിവസം കൊണ്ട് 2 ദിവസം കൂടുമ്പോൾ ഒരു 3 ലിറ്റർ വെള്ളം രീതിയിലാണ് ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് സബ്സിഡി ഒക്കെ കിട്ടിയ സബ്സിഡി എല്ലാം കൃഷി വകുപ്പിന്റെ എല്ലാം അംഗീകാരം കിട്ടിയാണ്. അപ്പൊ എങ്ങനെയാ നിങ്ങൾ നനയ്ക്കുന്ന മോട്ടോർ ഡയറക്റ്റ് ആണോ? ഡയറക്റ്റ് ടാങ്കിലേക്ക് അവിടെ ടാങ്ക് ഉണ്ട്. 2000 ലിറ്ററിന്റെ ടാങ്ക്. അപ്പൊ നമ്മൾ ഹൈറ്റ് കൂടിയ സ്ഥലമായതുകൊണ്ട് ഇത് താഴേക്ക് നല്ല പ്രഷറിൽ നമുക്ക് ഇത് 4/8 എമിറ്റർ കൊടുത്തിരിക്കുന്ന എല്ലാറ്റിനും ഓരോ പോയിന്റ് ഇതിന്. അപ്പം വെഞ്ചുറിയും വെച്ചിട്ട് ഫെർട്ടിഗേഷൻ ചെയ്യാൻ വേണ്ടി സംവിധാനമുണ്ട്. അപ്പം ലേബർ ചാർജ് വളരെ കുറവായിരിക്കും. നല്ല രീതിയിൽ. പിന്നെ അനാവശ്യമായി വെള്ളം മേടിക്കുമ്പോൾ നമുക്ക് കളകൾ ഇങ്ങനെയും മുളക്കുന്നു, നമുക്ക് അതും കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, നമ്മളിപ്പം ഈ ബീഡിംഗ് മാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ട് കളകൾ കയറത്തില്ല. അപ്പോൾ കളകൾ കയറാതിരിക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊന്നും പുറത്ത് പോവുകയില്ല. അത് ചെടിക്ക് ശരിയായ രീതിയിൽ അത് വലിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ കർണാടകത്തിൽ കണ്ടു, ഏകദേശം 1 മീറ്റർ 30 മൈക്രോന്റെ അത് 30 മൈക്രോൺ. അത് GSM 100-120 GSM കർണാടകത്തിൽ ഈ ആവകാട് ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടു. അപ്പൊ ഞാനിപ്പോ ഒന്ന് ചെയ്യണം വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനത് ഉപയോഗിക്കാൻ വേണ്ടി. കാരണം ഇപ്പൊ ഏത് ഫ്രൂട്ട്സ് വെച്ചാലും ശരി, അതിന്റെ ഉള്ളിൽ അതിന്റെ ചുറ്റും കാടൊന്നും കയറിയില്ല. നോർമലി ഞാൻ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് പച്ചക്കറി ചെയ്യുന്ന ആളാണ്. മൾച്ചിങ് ഷീറ്റ് ഇത് വീട് മാറ്റ് ബ്ലാക്ക് ഇല്ലേ, ഉപയോഗിക്കുന്ന ബ്ലാക്ക്, അത് നല്ലതാണ് കേട്ടോ. അത് കാരണം കുറച്ച് അത് ഒന്ന് വാങ്ങിക്കാം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ പച്ചക്കറി ഇത് ചട്ടിയിൽ നടുമ്പോൾ അടിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും മുറ്റത്തൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു മെത്തേഡാണ്. കാരണം ഇപ്പൊ നമ്മളെല്ലാം അറിയോ, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പം ഫസ്റ്റിലെ ഇൻവെസ്റ്റ് കുറച്ച് കൂട്ടി ചെയ്യുവാണെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ഗുണമായിട്ട് കിട്ടും. കാരണം പല അനുഭവങ്ങൾ. കാരണം ഇന്നിപ്പോൾ കൂലിക്കാരെ കിട്ടാനില്ല. കൃഷി ഇന്ന് ലാഭകരം അല്ലാത്തതിന് മെയിൻ കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് കൂടുതലാണ്, കൃഷി ചെലവ് കൂടുതലാണ്, കൂലി കൂടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഉൽപാദനക്ഷമത കുറയും, അതിന് കിട്ടുന്ന വില കുറയുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി കാരണം. നമുക്കറിയാം ഇന്നിപ്പോൾ വാഴക്കായ്ക്ക് 14-15 രൂപയാണ് കൃഷി ചെയ്യുന്നത് കിട്ടുന്നത്. എടുക്കാൻ ആളില്ല. അങ്ങനെയുള്ള അവസ്ഥകളാണ്. അപ്പം നമ്മുടെ മെത്തേഡുകൾ മാറ്റിക്കൊണ്ട് വന്ന് നമ്മുടെ കൃഷി ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ശരിയാണ്. കൃഷി ഇങ്ങനെയുള്ള പുതിയ ടെക്നിക്കലി നമ്മൾ ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചാല്, ഇപ്പൊ ഇതിനകത്തല്ല ഞാൻ കയറി നമുക്ക് കുറെ കുഴികളുണ്ട്, അതിനകത്ത് ഒന്നും കാണുന്നില്ല. ഇത് കുഴി കുത്തിയിട്ട് കുറെ ആയെന്ന് തോന്നുന്നു അല്ലേ? കുഴി കുത്തിയിട്ട് കുറെ ആയി. അപ്പൊ നമ്മ ഭയങ്കര ഭയങ്കര വെയിൽ വെച്ച് ആൾക്കാർ പണിക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ കുഴി കുത്തി ഞാൻ ഫുൾ പപ്പായ നടേണ്ട പ്ലാനിങ്ങിലായിരുന്നു. പപ്പായ നടാൻ അപ്പൊ നമ്മ കുമ്മായിട്ട് അടിവളം ഇട്ട് വെച്ചിരിക്കുകയാണ്. അടിവളം ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിപ്പോ ഒരു 1-2 മഴ കിട്ടുമ്പോ എന്ന രീതിയിൽ ഫുൾ പപ്പായ നടുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വളം മേലെ ഇട്ട് കൊടുക്കുന്നതല്ല. കാരണം പപ്പായയുടെ വേര് എപ്പോഴും മേലെ ആയിരിക്കും. അപ്പൊ ഈ പപ്പായ കൃഷി ചെയ്താല് മാർക്കറ്റിംഗ് ഞാനിപ്പോ 3 വർഷമായിട്ട് പപ്പായ കൃഷി ചെയ്യുന്ന ആളാണ്. റെഡ് ലേഡി പപ്പായ എനിക്ക് അപ്പുറത്ത് 200 മരം ഉണ്ട്. ഇപ്പൊ കുറെ പോയിട്ടുണ്ട്. എന്നാലും ഒരു 3-4 വർഷം ഞാൻ പപ്പായ കൃഷി ചെയ്തു. ഞാൻ പയ്യന്നൂർ മാർക്കറ്റിൽ കുടുംബശ്രീന്റെ ഔട്ട്ലെറ്റിൽ എനിക്ക് ചെലവുണ്ട്. പിന്നെ ഇപ്പൊ കരുവള്ളൂര് കരുവള്ളൂർ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം 2 നാടൻ പച്ചക്കറി മാത്രം വിൽക്കുന്ന കടകളുണ്ട്. അവിടെയാണ് നമ്മൾ. ഞാൻ ശരിക്കും ഒരു ജൈവ കർഷകനാണ്. ഏറ്റവും നല്ലതാണ്. നമ്മളും ജൈവ കൃഷിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മളാണ് എന്റെ കൃഷിയാണ്. പച്ചക്കറിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് ആൾക്കാർ കാത്തു നിൽക്കും അവിടെ.
അതിനറിയാം പ്രഭാകരേട്ടാ ഒരു പ്രശ്നം വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ കടകളിൽ ഇപ്പം ജൈവ കൃഷിയിലൂടെ ഉത്പാദിപ്പിച്ച പച്ചക്കറികൾ വാങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വാങ്ങാൻ ആൾക്കാരല്ല, നമ്മുടെ ഷോപ്പുകാർ വാങ്ങാൻ ആൾക്കാരില്ല. ഇപ്പൊ അതിപ്പം നമ്മള് തദ്ദേശ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് മുൻകൈ എടുത്ത് ഇപ്പൊ ചെയ്യുന്നു. ഇക്കോ ഷോപ്പ് കരുളൂർ 2 ഉണ്ട്, അത് പയ്യന്നൂർ കുടുംബശ്രീന്റെ ഔട്ട്ലെറ്റ്. അപ്പൊ അവിടെ ഭയങ്കര കൊണ്ടുപോകുമ്പോൾ തന്നെ പച്ചക്കറി വാങ്ങിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടും. ഇപ്പൊ ഞാൻ എന്റെ ഉദാഹരണം പറഞ്ഞു, ഞാൻ വാഴക്കല ആക്കി കഴിഞ്ഞിട്ട് പോകുന്നില്ല, ഞാന് കർണാടകത്തില് ചെയ്തു, ഇവിടെ ഒന്ന് ചെറുപുഴ മുതൽ ചോദിക്കാന്ന് തുടങ്ങി 35 രൂപയ്ക്കെന്ന് പറഞ്ഞായിരുന്നു. അത് എടുക്കാൻ ആളില്ല, വേണ്ട, ഒരു സ്ഥിരം വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് കായുണ്ട്. അങ്ങനെ വന്ന് അരവിഞ്ചാല് മുതൽ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ മുഖത്ത് നോക്കി നമ്മൾ പരിചയമുള്ള ആൾക്കാരായിരുന്നു, 1-2 എടുത്ത് പോയി. ഇപ്പൊ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാല് ഞാൻ എന്റെ ഫാമിൽ തന്നെ പഴിപ്പിച്ച് കൊടുക്കുക. കാരണം എന്റെ തീർന്നു കഴിഞ്ഞപ്പോ ഞാൻ ഗ്രൂപ്പിലിട്ടു, ആരെങ്കിലും നാടൻ നേന്ത്രക്കൊല ഉള്ളവര് എന്നെ സമീപിക്കുക, നമ്മളെടുത്ത് കൊടുക്കുന്നത്. കാരണം സാധാരണ മാർക്കറ്റ് വരേക്കാൾ കൂടി വരേക്കാം, പക്ഷെ എനിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഓപ്പൺ മാർക്കറ്റിൽ ഇപ്പൊ ഒരു പയറിന് 60 രൂപ എന്ന് വിചാരിച്ചു, ഓപ്പൺ മാർക്കറ്റിൽ സെയില്. അപ്പൊ ഞാനിപ്പോ അവിടെ കൊടുക്കുന്നത് 60 രൂപ കരിയും കൊടുക്കുന്നു, 60 രൂപ. അവരെടുക്കാൻ തയ്യാറാണ്, അവർ 5 രൂപ കൂട്ടിയിട്ട് അവര് വെക്കും. കിട്ടാനില്ല ഇല്ല, പക്ഷെ അതൊരു ഇക്കോ ഷോപ്പ് എന്നില്ല, ആ ഒരു ലെവലിൽ പച്ചക്കറി, നാടൻ പച്ചക്കറി മാത്രം വിൽക്കുന്നതില്ലേ ആ ലെവലിൽ അവർ ഷോപ്പുകാർ കൊടുക്കുന്നത്. നമുക്ക് കൊടുക്കുമ്പോൾ തന്നെ ചിലവായി. അത് ഒരു 10 കിലോ കൊടുത്ത 10 കസ്റ്റമർ, എന്നാൽ അവർ വാട്സപ്പിലിട്ട് എല്ലാം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കൃഷി ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഓർഡർ ചെയ്ത് അവർക്ക് പോയി. അവർക്ക് നമ്മളിപ്പോൾ ഇത് അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ കൃഷിയൊക്കെ എല്ലാവരും കുരുമുളക് കൃഷിയെ പറ്റി കണ്ടു. നമ്മൾ നല്ല കൃഷിക്കാരനാണ്, അദ്ദേഹം ചെയ്ത കൃഷി നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃഷിക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? കൃഷിക്കാർ നമ്മൾ ചെയ്യാൻ പുതിയതായിട്ട് ഒരു ആൾ തുടങ്ങുക, അയാൾക്ക് ഒന്നും അറിയത്തില്ല. ഏത് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലം വേണമെന്ന്, കാനപ്പാടില്ല, വെയിൽ കൊള്ളുന്ന സ്ഥലം വേണം. പിന്നെ സൂര്യപ്രകാശം വേണം, പിന്നെ നല്ല ജലസേചന വെള്ളം കിട്ടുന്ന ഇത് വേണം. പിന്നെ ഒന്ന് മനസാന്നിധ്യം. നമുക്ക് ചില കൃഷിയിൽ ചിലപ്പോൾ നഷ്ടം വരും. ഇപ്പം ഞാൻ ഒരു ബ്രോയിലർ കോഴി ഫാം കൂടെ നടത്തുന്ന ആളാണ്, എനിക്ക് ചില ബാച്ചിൽ നഷ്ടമാണ്, പക്ഷെ അടുത്ത ബാച്ചിൽ കൊല്ലത്തൊക്കെ ഞാൻ ഈൽഡ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പെട്ടെന്ന് പുറകോട്ടി പോകും. പിന്നെ മാക്സിമം 2-3 കൃഷി നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പോൾ റബ്ബർ, കവുങ്ങ്, കുരുമുളക് ഇങ്ങനെ മിക്സിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിൽ പോയാലും മറ്റേതിൽ കിട്ടും എന്തായാലും. പിന്നെ ഇതുപോലെ അത്യാധുനിക ഈ ഡ്രിപ്പ് ജലസേചനത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിന് മടുക്കൂല. എന്ന് വെച്ചാൽ നമ്മൾ ഈ പൈപ്പ് പിടിച്ച് വെള്ളം അടിച്ചുകൊണ്ട് കൊടുക്കുന്ന കുറേ നഷ്ടം, ലേബർ സമയനഷ്ടം, പിന്നെ ജലം ബാഷ്പീകരിച്ച് പോകുന്ന നഷ്ടം, പിന്നെ വൈദ്യുതി നഷ്ടം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ചെടിക്ക് ആവശ്യമായ കൃത്യത കൃഷി ചെയ്തിട്ട് നിങ്ങൾ കൃഷി ചെയ്യുന്നതാണ് എന്തായാലും നിങ്ങളുടെ കൃഷി വിജയിക്കുന്നത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് നമ്മൾ പ്രഭാകരൻ്റെ നമ്മൾ അനുഭവങ്ങൾ ഷെയർ ചെയ്തു. ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരു കൃഷിയിലേക്ക് മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ പ്രഭാകരൻ്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണ്. അങ്ങനെ പല രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. കവുങ്ങ് കൃഷിയുണ്ട്, മറ്റേ പപ്പായ കൃഷിയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കുന്നത്, ഒരു കൃഷി നമ്മളില്ല. ഇന്നിപ്പം നമുക്ക് നേന്ത്രക്കൊലയ്ക്ക് നല്ല വിലയാണെന്ന് പറയും. നമ്മൾ നേന്ത്രക്കൊല കൃഷി ചെയ്താൽ, വാഴക്കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ചിലപ്പോൾ വില കുറവ് നിർത്തിപ്പോകും. അത് അങ്ങനെയല്ല ചെയ്യണം. നമ്മൾ ഒരു മിനിമം ഒരു കൃഷി ചെയ്താൽ, വാഴക്കൃഷി ആയിക്കോട്ടെ, ഇഞ്ചി കൃഷി ആയിക്കോട്ടെ, ഏത് കൃഷിയും മിനിമം ഒരു 5 വർഷത്തേക്ക് നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഒരു വർഷം നഷ്ടം വന്നു കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കോഴി ഫാം, കോഴിക്ക് വില കയറുമ്പോഴത്തേക്ക് എല്ലാവരും കോഴി ഫാം തുടങ്ങും. പക്ഷേ ഡൗൺ ആയി കഴിയുമ്പോഴത്തേക്കും തമിഴ്നാട്ടുകാർ വില കുറച്ചെന്ന് കൂട്ടിക്കും. നമ്മുടെ ഇവിടെ എല്ലാവരും കണ്ണീരാവും. പിറ്റത്തെ വർഷം ആർക്കും കോഴി ഉണ്ടാക്കിയില്ല, അവൻ നിർത്തിപ്പോവും. അന്നത്തേക്ക് ഈ സാധനത്തിന് വില വീണ്ടും അതിന് മേലെ കയറും. അപ്പം നമ്മൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, മിനിമം നിങ്ങൾ 5 വർഷത്തെ ഒരു പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഒരു വർഷത്തേക്ക് ലാഭം പെട്ടെന്ന് വില കൂടുന്ന സമയത്ത് മാത്രമേ ചെയ്യരുത്. അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള കൃഷികളും കുറേശ്ശെ ചെയ്യുക. നിങ്ങളുടെ തൊടിയിൽ ഒരു മിനിമം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി കൃഷി ഇങ്ങനെ നമ്മൾ ചെയ്ത് ശീലിക്കുക. അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ചാനൽ മുഖാന്തരം നമ്മുടെ ഈ കൃഷികൾ ഉപജീവനം ചെയ്യുന്ന വിജയിച്ച ആൾക്കാരുടെ എല്ലാ അനുഭവങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും. നമ്മളിപ്പോൾ കുരുമുളക് കൃഷിയെപ്പറ്റി കണ്ടു. പ്രഭാകരേട്ടനെ എല്ലാം ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു മുന്നോടിയായിട്ട് അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ടോ, നമ്മൾ മണ്ണിര കമ്പോസ്റ്റിൻ്റെ ഇതെല്ലാം ചെയ്തിരിക്കുകയാണ്. കാരണം ഇത് വെള്ളം കൊടുത്തിരിക്കുകയാണ്. ഇത് വെള്ളം കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉറുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി. ഇതിനകത്ത് മണ്ണിര ഇട്ട് കഴിഞ്ഞാൽ ആ മണ്ണിരേനെ ഉറുമ്പ് കയറി തിന്ന് കളയുന്നതുകൊണ്ടാണ് ഈ വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രഭാകരൻ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉച്ച ആകുമ്പോഴത്തേക്ക് വെള്ളം പറ്റിപ്പോകാന്ന് പറയാം. അത്രയും ചൂട് കൂടുതലാണ്.
അപ്പം ഇതിനകത്ത് ഇനി മണ്ണിര ഇടാനുണ്ട്. ഇട്ട് കഴിഞ്ഞ് ഇതിനകത്ത് പ്രോസസ്സ് ചെയ്ത് എത്ര ദിവസം വേണം ഇവിടെ ഇതിനകത്ത് മണ്ണിര ഇട്ട് കഴിഞ്ഞാൽ? ഒരു 3 മാസമെങ്കിലും വേണമെന്ന് ശരിക്കും. 3 മാസം അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഈ മണ്ണിര കമ്പോസ്റ്റ് ആക്കുമ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ഉപയോഗിക്കുന്നത്? നമ്മൾ അടിയിൽ ഇപ്പൊ കോൺക്രീറ്റ് ചെയ്ത് ഇത് സിമെന്റ് വെച്ചിട്ടില്ലേ, നമ്മൾ അടിയിൽ ചകിരി തൊണ്ട് പാവണം അടിയിൽ. അത് കമത്തിയോ വളർത്തിയോ? കമഴ്ത്തിയിട്ട് പിന്നെ നമ്മൾ ഇതില്ല നമ്മളെ തോല് ചാണകം ഇതെല്ലാം കൂടെ ഒരു കൂട്ടിക്കുഴച്ച് ആദ്യം ഒരു കമ്പോസ്റ്റ് മിക്സ് ആക്കി വെക്കും. പിന്നെ ഒരാഴ്ചയും കൂടെ അത് മറിക്കും. പിന്നെ നേരത്തേന് ശേഷം നമ്മൾ മണ്ണ് ശരിക്കും ഇത് അഴുകിയിട്ട് ഈ തോലും ഇതെല്ലാം ഒന്ന് അഴുകിയിട്ട് അഴുകിയിട്ട് ഒന്ന് നിരത്തിയതിന് ശേഷം നമ്മൾ 5-6 മൂലക്ക് മണ്ണിലിടലാണ്. അങ്ങനെ അതിന്റെ പ്രോസസ്സിങ്. പിന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ട് അവിടെ ചണച്ചാക്കില്ലേ, നനച്ച ചാക്ക് നനച്ചിടും. അപ്പൊ അതിലേക്ക് മാക്സിമം കയറും. എന്നിട്ട് അതെടുത്ത് മാറ്റിയിട്ട് കുറച്ച് വളാടെ ഇട്ടിട്ട് അങ്ങനെ മണ്ണിനെ നമ്മൾ സംരക്ഷിക്കും അടുത്ത കൊല്ലത്തേക്കില്ല. അതാ. അപ്പൊ ഇത് നീ ടാങ്ക് നിറച്ച് നിങ്ങൾ നിറച്ചു. അപ്പോൾ ഏകദേശം നമ്മുടെ കൃഷിക്ക് ആവശ്യമായ ഞാൻ രാസവളം വാങ്ങിക്കൽ വളരെ കുറവാണ്. പിന്നെ ചാണകം ഫ്രഷ് ആയിട്ട് വാങ്ങിക്കൽ കുറവാണ്. വീട്ടിൽ വെച്ചാൽ പശു ഉണ്ട്, ബയോഗ്യാസ് ഉണ്ട്, വെർമി കമ്പോസ്റ്റ് ഉണ്ട്. ഇപ്രാവശ്യം എല്ലാവർക്കും ഗ്യാസിന് കൂടെ ആൾക്കാർ വട്ടം തിരിയുമ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ വീട്ടിൽ വൈഫ് 2 ദിവസം ഉണ്ടായിട്ടില്ല. അപ്പം ഗ്യാസ് എങ്ങനെ ചെലവാക്കുന്നില്ലൊരു ബയോഗ്യാസ് പ്രൊഡക്ഷൻ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് കത്തിച്ച് കളയും. എല്ലാവർക്കും ഗ്യാസ് കിട്ടിയില്ലാത്ത. അപ്പം നമ്മൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ രീതിയിലും പരീക്ഷിക്കണം. അതെ, പിന്നെ മനസ്സിലായിച്ച് നമ്മളൊരു കൃഷിക്കാരനാണ്, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലൊരു പശു അത്യാവശ്യമാണ്. ഒരു പശു അത്യാവശ്യമാകുമ്പം അതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. ഒരു പശു അത്യാവശ്യമായതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ബയോഗ്യാസ് ഒരു 4 ക്യൂബിക്കിൻ്റെ 4 വേണ്ട, ചെറിയ കുടുംബമായിട്ട് 2 മതി. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് 4 വേണം. ചെറിയ ഒരു 2 ക്യൂബിക്കിൻ്റെ ഒരു ബയോഗ്യാസ് ആക്കി കഴിഞ്ഞാൽ അതിന് ഗ്യാസ് കിട്ടുന്നു. അതുപോലെ ഈ ഗ്യാസ് എടുത്ത ശേഷം വരുന്ന ബയോ സ്ലറി അത് പച്ചച്ചാണകത്തെക്കാളും ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര റിസൾട്ടാണ്. അത് നമുക്ക് വളമായി നമുക്ക് 1-2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ, ഒരു 10 ഏക്കർ സ്ഥലം വരെ ഒരു പശു ഉണ്ടെങ്കിൽ അതിന്റെ വളം മാത്രം. അപ്പം എല്ലാവരും ചിന്തിക്കുക, നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ പശുവിനെ എങ്ങനെ വളർത്തുക, അതിന്റെ ലാഭം നമ്മൾ പാല് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ലാഭത്തിലേക്ക് എത്തത്തില്ല. കാരണം നമ്മുടെ റോ മെറ്റീരിയൽസ് തീറ്റയ്ക്കെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ കൊടുക്കുന്ന പാലിന് വില കുറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരിക്കലും കൂടിയല്ല, അതൊരു മിനിമത്തിൽ നിൽക്കും. അപ്പം നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കൃഷി ഇടം നല്ല രീതിയിൽ കൊണ്ടാകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്ന് നമ്മളുടെ ഈ കൃഷിയിടത്തെ ഈ കുരുമുളക് കൃഷിയെ പറ്റിയൊക്കെ കാര്യങ്ങൾ വിശദമായി നമുക്ക് പറഞ്ഞു തന്ന പ്രഭാകരന് നന്ദി പറയുകയാണ്. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ.